താഴത്തേക്ക് പ്രസ് ചെയ്തിട്ട് തിരിക്കണം. അപ്പോഴാണ് ഇത് ഡ്രൈവിലേക്ക് പോവുക. എഗൈൻ താഴത്തേക്ക് പ്രസ് ചെയ്തിട്ട് റിവേഴ്സ് ഇടണം. താഴത്തേക്ക് പ്രസ് ചെയ്ത് സെൻട്രലാക്കിയാൽ ന്യൂട്രൽ. അങ്ങനെ ഇതിങ്ങനെ പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ ഡ്രൈവ് സെലക്ട് ചെയ്യേണ്ടത്. 3.25-4 ലക്ഷം രൂപ അധികം കൊടുക്കുമ്പോൾ ഒരു 60 കിലോമീറ്റർ ആണ് നമുക്ക് അധികം ഓടാനായിട്ട് പറ്റുന്നത്. അധികം കിട്ടുന്ന ഫീച്ചേഴ്സ് ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 360 ക്യാമറ, അഡാസ് ലെവൽ 2, വെന്റിലേറ്റഡ് സീറ്റ്, പവേർഡ് സീറ്റ്, ഈ ഗ്ലാസ് റൂഫ് കഴിഞ്ഞു. LED DRL ഉണ്ട്, പ്രൊജക്ടർ LED ഹെഡ് ലാമ്പ് യൂണിറ്റ് ഉണ്ട്, മുൻവശത്ത് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട്, LED ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ബേസ് വേരിയന്റിലും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ബേസ് വേരിയന്റ് മുതൽ നമുക്ക് ഡിഫോഗർ ഉണ്ട്, വൈപ്പർ ഉണ്ട്, സ്പോയിലർ ഉണ്ട്. എഗെയിൻ ഒരു ലൈക്ക് കൊടുക്കുകയാണ്. അപ്പം എനിക്കെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓക്കെ എന്ന് പറയാൻ രൂപത്തിലുള്ള ഹെഡ് റൂം ഉണ്ട് എന്ന് പറയാം. കുറച്ചുകൂടി ഇന്നേക്കാ ഹൈറ്റ് ഉള്ളവർക്ക് തല മുട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കുക. എല്ലാ മാരുതി ഷോറൂമിലും എല്ലാ മാരുതി സർവീസ് സെന്ററിലും DC ഫാസ്റ്റ് ചാർജിങ് ഓൾറെഡി ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. ബെലേനോ ഗ്ലാൻസ് ആയതുപോലെ, ഫ്രോങ്സ് ടൈസർ ആയതുപോലെ, എർട്ടിഗ റോമിയോൺ ആയതുപോലെ നമ്മുടെ ഈ വിറ്റാര ഇബല്ലേ ആവുന്നുണ്ട്. ഒരു വർഷത്തേക്ക് ചാർജിങ് ഉണ്ട് എന്ന് പറയുമ്പോഴും 1000 യൂണിറ്റ് ആയിട്ട് ലിമിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒരു വർഷം വരെ നേരെ ഇങ്ങനെ പറയാം, 1000 യൂണിറ്റ് ഒരു വർഷം വാലിഡിറ്റി കിട്ടുന്നുണ്ട്, അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഫുൾ ടൈം നിങ്ങൾ പുറത്ത് ചാർജ് ചെയ്യുന്നവരാണെങ്കിൽ ചിലപ്പോൾ ഒരു 2-3 മാസം കൊണ്ട് തീരാവുന്ന ഒരു ഓഫറാണത്. അതല്ല നിങ്ങൾ വീട്ടിലാണ് കൂടുതലും ചാർജ്, ലോങ് ഒക്കെ പോകുമ്പോൾ പുറത്തുനിന്ന് ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വർഷം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് അത് യൂട്ടിലൈസ്. നീണ്ട 2 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ മാരുതിയുടെ ഇലക്ട്രിക് വാഹനമായിട്ടുള്ള ഈ വിറ്റാര മാർക്കറ്റിൽ എത്തി തുടങ്ങി. വിലയും വന്നിട്ടുണ്ട്. അടുത്ത മാസം മുതൽ, ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് ഫെബ്രുവരിയിലാണ്, മാർച്ച് മുതൽ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ എത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 2 വർഷം എന്ന് പറഞ്ഞാൽ ചെറിയ കാലയളവല്ല. വാഹനം അവതരിപ്പിച്ച് നമ്മൾ ലുക്കൊക്കെ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ ഓരോ വേരിയന്റും പ്രൈസ് അവർ പറഞ്ഞിട്ടുണ്ട്, ഏതൊക്കെ ബാറ്ററി പാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ ഫീച്ചേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഈ വിറ്റാര എടുക്കാൻ നിൽക്കുന്നവർ ഏത് വേരിയന്റ് എടുക്കണം? വാല്യൂ ഫോർ മണി ആയിട്ടുള്ള വേരിയന്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബേസ് വേരിയന്റ് ആയിട്ടുള്ള ഡെൽറ്റയാണ്. 3 വേരിയന്റിലാണ് നമുക്ക് കിട്ടുക, ഡെൽറ്റ, സീറ്റ, ആൽഫ. ഈ 3 വേരിയന്റ് വരുന്നുള്ളൂ. പക്ഷേ 2 ബാറ്ററി പാക്ക് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ബേസ് വേരിയന്റിൽ നമ്മൾ വാല്യൂ ഫോർ മണി എന്ന് പറയുന്നതിൽ 49 കിലോ വാട്ടിന്റെ ബാറ്ററി പാക്കാണ് വരിക. മറ്റുള്ള ടോപ്പിൽ 2 വേരിയന്റിലും 61 കിലോ വാട്ടിന്റെ ബാറ്ററി പാക്ക് വരും. അതായത് ടോപ്പിലേക്ക് പോകുമ്പോൾ നമുക്ക് 11 കിലോ വാട്ടിന്റെ അധികം യൂണിറ്റ്, അതായത് 11 യൂണിറ്റ് അധികം ചാർജ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു ക്ലെയിം ചെയ്ത റേഞ്ച് വെച്ച് 100 കിലോമീറ്റർ അധികം ഓടാനാണ്. റിയൽ ലൈഫിൽ ചിലപ്പോൾ ഒരു 60-70 കിലോമീറ്റർ അധികം ഓടാനായിട്ട് പറ്റും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ ബേസ് വേരിയന്റ് വാല്യൂ ഫോർ മണി ആക്കി വെച്ചതിൻ്റെ ഒരു കാര്യം. നമ്മൾ ബാറ്ററി പാക്ക് നോക്കുമ്പോൾ 1.5 ലക്ഷം മുതൽ 2.5 ലക്ഷം വരെയാണ് നമ്മൾ ടോപ്പിൽ 2 വേരിയന്റിന് നമ്മൾ കൂടുതൽ കൊടുക്കേണ്ടത്. പക്ഷെ നമുക്ക് കൂടുതൽ ഓടാൻ പറ്റുന്നത് 60-70 കിലോമീറ്റർ ഉള്ളൂ എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 49 കിലോ വാട്ടിന്റെ ബാറ്ററി പാക്കിന് അത്യാവശ്യം ഓക്കെ ആണെന്നുള്ള രൂപത്തിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുൻവർഷം നോക്കുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും, അതായത് ഒരു വിരലുണ്ടാവുന്ന ഫീച്ചേഴ്സ് ഒഴികെ ബാക്കിയെല്ലാം നമ്മുടെ ബേസ് വേരിയന്റിൽ നൽകിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്നത് ടോപ്പ് എൻഡ് ആണ്, ടെസ്റ്റ് ഡ്രൈവ് ആകാനാണ് ഇത് മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. നമുക്ക് ലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ ഈ കാണുന്ന സെയിം യൂണിറ്റ് ആയിരിക്കും നമുക്ക് ഫുൾ ഓപ്ഷനിൽ കാണുന്നത് തന്നെ ബേസ് വേരിയന്റിൽ കിട്ടും. LED DRL ഉണ്ട്, പ്രൊജക്ടർ LED ഹെഡ് ലാമ്പ് യൂണിറ്റ് ഉണ്ട്, മുൻവശത്ത് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട്, LED ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ബേസ് വേരിയന്റിലും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇതേ ലുക്ക് തന്നെ ആയിരിക്കും, ഇതേ കളർ കോമ്പിനേഷൻ ആയിരിക്കും, ഒരു ചേഞ്ചും ഉണ്ടായിരിക്കില്ല. നമ്മളിപ്പോൾ നെക്സ ബ്ലൂ എന്ന് പറയുന്ന ഈ ഒരു കളർ വണ്ടി മാത്രമേ കണ്ടിട്ടുള്ളൂ. ഏകദേശം 5 കളറിൽ നമുക്ക് ഈ വിറ്റാര ലഭിക്കുന്നുണ്ട്. മുൻവശത്തിന് ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ 2 ചേഞ്ച് ആണുള്ളത്. തൊട്ട് ഇതിന്റെ മുകളിലേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നുമില്ല. അതായത് രണ്ടാമത്തെ വേരിയന്റും ബേസ് വേരിയന്റും തമ്മിൽ 1.5 ലക്ഷം രൂപയാണ് ഡിഫറൻസ്. അതിലേക്ക് പോകുമ്പോൾ മുൻവശത്തെ ഫീച്ചേഴ്സിലൊന്നും വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. അതിന് മുകളിലേക്ക് പോകുമ്പോൾ ബേസിന് ഏകദേശം ഒരു 3,70,000 രൂപയോളം കൂടുതൽ കൊടുക്കുമ്പോഴാണ് ടോപ്പ് എൻഡ് ആൽഫ കിട്ടുന്നത്. അതിലേക്ക് വന്നാൽ നമുക്ക് 360 പാർക്കിംഗ് സെൻസർ കിട്ടുന്നുണ്ട്, ഒപ്പം അഡാസ് ലെവൽ 2 കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ക്യാമറ കാര്യങ്ങൾ നമുക്ക് ഗ്ലാസിൻ്റെ ടോപ്പിലായിട്ടും കാണാനായിട്ട് പറ്റും. ഇത്രയാണ് നമ്മുടെ മുൻവശത്ത് നോക്കുമ്പോഴുള്ള ഫീച്ചർ. പക്ഷേ ബേസ് വേരിയന്റ് മുതൽ നമുക്ക് വൈപ്പർ ഓട്ടോമാറ്റിക് ആണ്, ഹെഡ് ലാമ്പ് ഓട്ടോമാറ്റിക് ആണ്, DRL തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ അവിടെ പെർഫെക്റ്റ് ആണ് എന്ന് പറയും. ഇനി വശങ്ങളിലേക്ക് വന്നാലും അലോയ് വീൽസ് നിങ്ങൾ കാണുന്നത് ഫുൾ ഓപ്ഷൻ്റെ ഇത് തന്നെയാണ് നിങ്ങൾക്ക് ബേസ് വേരിയന്റിലും കിട്ടുക. ഒരു മാരുതി വാഹനത്തിലാണ് ഇങ്ങനെ കിട്ടുന്നത് ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും ആദ്യത്തെ ഒരു ലേക്ക് ഇവിടെ കൊടുക്കാമല്ലോ. അപ്പോൾ ഇത്രയധികം ഫീച്ചേഴ്സ് നമുക്ക് സ്റ്റാൻഡേർഡ് ആണെന്ന് പറയാം. ബേസ് വേരിയന്റ് എന്ന് പറയാൻ പറ്റില്ല, ശരിക്ക് 4 വേരിയൻ്റാണ് നമ്മുടെ നെക്സയിൽ വെക്കുന്ന വാഹനങ്ങളിൽ വരാറുള്ളത്. ഇത് ആ ടോപ്പിൽ ബേസിൽ സിഗ്മ എന്ന് പറയുന്ന വേരിയന്റ് കട്ട് ചെയ്തിട്ട് രണ്ടാമത്തെ വേരിയന്റ് തൊട്ടാണ് ശരിക്ക് നമുക്ക് ഈ വിറ്റാർ ലഭിച്ചു തുടങ്ങുക. കറക്റ്റ് ടയർ സൈസ് നോക്കുകയാണെങ്കിൽ 255 പ്രൊഫൈലുള്ള 18 ഇഞ്ച് വീലുകളാണ് നൽകിയിട്ടുള്ളത്. അലോയിലെ ഡിസൈനൊക്കെ ഒരു എയറോ ടൈപ്പാണ് വന്നിട്ടുള്ളത്. സാധാരണ നമ്മൾ ഇലക്ട്രിക് വാഹനങ്ങളിൽ കാണുന്നതാണ്. മുൻവശത്ത് ഡിസ്ക് ബ്രേക്ക് വന്നിട്ടുണ്ട്. ക്ലാഡിയും കാര്യങ്ങളും സാധാരണ ഒരു SUV കാണുന്ന രൂപത്തിൽ ഡിസൈൻ കാര്യങ്ങളൊക്കെ കാണും. അതുപോലെ ORM നമ്മുടെ 360 ഡിഗ്രി ക്യാമറ വന്നിട്ടുണ്ട്. അത് ടോപ്പിൽ മാത്രമേ കിട്ടുള്ളൂ. ബോഡി കളർ ORM അതിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്റർ, ഇലക്ട്രിക് അഡ്ജസ്റ്റ് ഫോൾഡ് ഫംഗ്ഷൻ എല്ലാം ബേസ് വേരിയന്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ലേക്ക് കൂടി കൊടുക്കുകയാണ്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഡ്രൈവർ ഡോറും അതുപോലെ ORM ഒക്കെ നോക്കുമ്പോൾ ഒരു മാരുതി വാഹനത്തിൻ്റെ ഫീൽ നമുക്ക് ഇത്രയും ഏരിയ നോക്കുമ്പോൾ ഉണ്ട്. പക്ഷേ റിയറിലേക്ക് പോകുമ്പോൾ ഒരു പുതിയ ഡിസൈൻ ആയിട്ട് നമുക്ക് വീണ്ടും തോന്നുന്നുണ്ടെന്ന് പറയാം. റിയറിലെ ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത് മുകൾ ഭാഗത്തായിട്ടാണ്. ഇത്തരത്തിലാണ് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റുക. അതുപോലെ ഷാർക്ക് ഫിൻ ഹാൻഡിൽ കാണാം. പിന്നെ നമുക്കൊരു
സിംഗിൾ പാൻ റൂഫ് വന്നിട്ടുണ്ട് ഇത്. പക്ഷെ ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു ഗ്ലാസ് ടോപ്പ് എന്നുള്ള രൂപത്തിൽ നമുക്ക് കണക്കാക്കാം. ഓപ്പൺ ചെയ്യുന്നതല്ല നൽകിയിട്ടുള്ളത്. ടോപ്പിൽ മാത്രമേ നമുക്ക് ആ ഒരു ഫീച്ചർ ലഭിക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ വശങ്ങളിൽ നോക്കുമ്പോൾ ആ ഒരു സൺറൂഫിൻ്റെ ഒഴിച്ച് കഴിഞ്ഞാൽ, സൺറൂഫ് അല്ല, നമ്മുടെ ഒരു ഗ്ലാസ് റൂഫ് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി ഒരു ഫീച്ചറും നമുക്ക് ബേസ് വേരിയന്റിൽ ഇല്ലാത്ത ഓൾമോസ്റ്റ് എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് പറയാം. റിയറിലേക്ക് നോക്കിയാൽ ഇതേ പുറകിൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് എന്താ പറയുക, ബേസ് വേരിയന്റ് മുതൽ ആ ഒരു ടൈപ്പ് തന്നെയാണ് നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇനി റിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ടെയിൽ ലാമ്പ് യൂണിറ്റ് നമുക്ക് LED ആണ് നൽകിയിട്ടുള്ളത്. സെയിം നമുക്ക് കണക്റ്റഡ് അല്ല, നമ്മളിപ്പോൾ ടോപ്പ് കാണുമെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഇതുവരെയാണ് നമുക്ക് ഇലുമിനേഷൻ ഉണ്ടായിരിക്കുള്ളൂ, ഇവിടെ ഉണ്ടായിരിക്കില്ല കേട്ടോ. അത് ഒരു വേരിയന്റിലും ഇല്ല. ബേസ് വേരിയന്റ് മുതലും ആ ഒരു രൂപത്തിൽ തന്നെ ആയിരിക്കും. ബേസ് വേരിയന്റ് മുതൽ നമുക്ക് ഡിഫോഗർ ഉണ്ട്, വൈപ്പർ ഉണ്ട്, സ്പോയിലർ ഉണ്ട്. എഗെയിൻ ഒരു ലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഏകദേശം ഓണോട് ഞാൻ പറഞ്ഞല്ലോ 16 ലക്ഷം രൂപയാണ് ഏകദേശം ഇതിൻ്റെ എക്സ്ഷോറും പ്രൈസ് വരുന്നത്. 17,30,000 രൂപ അല്ലെങ്കിൽ 17,36,000 രൂപയോളം ഏകദേശം ഓണോട് പ്രൈസ് നമുക്ക് ഇതിൻ്റെ ഞാൻ ഈ പറയുന്ന വാല്യൂ ഫോർ മണി ബേസ് വേരിയന്റ് നമുക്ക് സ്വന്തമാക്കാമെന്നുള്ളതാണ്. റിയറിൽ പാർക്കിംഗ് സെൻസർ കാണാം, റിയർ വ്യൂ ക്യാമറ കാണാം. റിയർ വ്യൂ ക്യാമറ ബേസ് വേരിയന്റിൽ ഉണ്ടായിരിക്കുക. ഏകദേശം ടച്ച് സ്ക്രീൻ ഉണ്ട്. അപ്പോൾ ഏകദേശം 6,000-7,000 രൂപ കൊടുത്ത് നമുക്ക് ഷോറൂം നല്ല ക്വാളിറ്റിയുള്ള ക്യാമറ സെറ്റ് ചെയ്യാം. രണ്ടാമത്തെ വേരിയന്റ് മുതൽ നമുക്ക് നോർമലി റിയർ വ്യൂ ക്യാമറ ലഭിച്ചു തുടങ്ങുന്നത്. പാർക്കിംഗ് സെൻസർ സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് നമുക്ക് കിട്ടുമെന്ന് പറയാം. എനിക്ക് ഓവറോൾ ലുക്കിൽ ഒറ്റ കാര്യം, ഇതിൻ്റെ ഒരു കുറച്ചുകൂടി ഭംഗി കൂട്ടുന്ന കാര്യത്തിൽ ഒരു കാര്യമാണ് കുറവ് തോന്നുന്നത്. നമ്മുടെ മുൻവശത്താണെങ്കിൽ പുറകിലാണെങ്കിൽ ബമ്പർ വളരെ ബേസിക് ആണ്. അതായത് വലിയ ബമ്പറുകളാണ് നമുക്ക് കണ്ടോ. ഇത്ര ബൂട്ട് ലീഡിൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് ആ ഒരു മാറ്റ് ഫിനിഷ് വരുന്ന ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ ഇനി മുൻവശത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ബമ്പറിൻ്റെ ഏരിയ വളരെ കൂടുതലാണ്. ആ ഒരു ഗ്രില്ലിൻ്റെ അവിടുന്ന് ഇങ്ങോട്ട്, ഗ്രില്ല് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ 360 ക്യാമറയുടെ അവിടുന്ന് ഇങ്ങോട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്രയും ഭാഗത്ത് ഫുൾ ഒരു പകുതി ഭാഗത്തോളം ഫ്രണ്ടും മൊത്തം നമ്മുടെ ബമ്പറാണ് കവർ ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിനൊരു നോർമൽ ബ്ലാക്ക് കളറാണ് നൽകിയിട്ടുള്ളത്. കുറച്ചുകൂടി ഒരു സിൽവർ എലമെൻറ്റോ അല്ലെങ്കിൽ ഗ്ലോസി ബ്ലാക്കോ അങ്ങനെയൊക്കെ കൊടുത്തിട്ട് കുറച്ചുകൂടി ഒരു ഭംഗി കൂട്ടുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യായിരുന്നു എന്നുള്ളതാണ് ഓവറോൾ ലുക്ക് നോക്കുമ്പോൾ തോന്നുന്നത്. പക്ഷേ കുഴപ്പമില്ല, എന്ന് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് പറയാവുന്ന രൂപത്തിലാണ് വന്നിട്ടുള്ളത്. ഇനി നമ്മുടെ ബൂട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പെയർ വീൽ വരുന്നില്ല. അതുപോലെ തന്നെ പാർസൽ ട്രേ വരുന്നത് നമുക്ക് രണ്ടാമത്തെ വേരിയന്റിലായിരിക്കും. നമ്മൾ ബേസ് വേരിയന്റ് എടുക്കുന്നവർക്ക് ഈ ഒരു പാർസൽ ട്രേ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. സ്പെയർ വീലില്ല, പക്ഷേ അതിന് പകരം നമുക്ക് പഞ്ചർ കിറ്റ്, ടൂൾ കിറ്റ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അത്യാവശ്യം ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഡീസൻ്റ് ആണ് എന്ന് പറയാം. ഇൻഫിനിറ്റിയുടെ ഒരു സ്പീക്കറിൻ്റെ സബിൻ്റെ ഒരു സിസ്റ്റം കാണാൻ സാധിക്കും. ഏറ്റവും ടോപ്പ് എൻ്റെ എടുക്കുന്നവർക്ക് ഇൻഫിനിറ്റിയുടെ 8 സ്പീക്കേഴ്സ് വിത്ത് സബ് വൂഫറോട് കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഓവറോൾ ലുക്ക് നോക്കുന്ന സമയത്ത് ഒരു 17 ലക്ഷം അല്ലെങ്കിൽ 17,36,000 രൂപയ്ക്കുള്ള വണ്ടി വർത്താണ് എന്നുള്ളതാണ്. ലുക്കിൻ്റെ കാര്യങ്ങൾ പറയും, എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു കേട്ടോ. വണ്ടി ഓവറോൾ കാണാനായിട്ടൊരു ഒരു ഡിഫറെൻ്റ് ആയിട്ടുണ്ട് എന്ന് പറയാം. സാധാരണ ഒരു മാരുതി വാഹനങ്ങൾ നമ്മൾ കാണാത്തൊരു ഡിസൈനാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് കുറച്ചുകൂടി അത് വ്യക്തമായി മനസ്സിലാവുകയും ചെയ്യും. സോ ഉള്ളിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോപ്പ് എൻ്റെ എടുക്കുന്നവർക്ക് സെമി ലെതർ സീറ്റ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഫാബ്രിക്കിൻ്റെ ലെതറിൻ്റെ മിക്സ് ആണ്. ഇപ്പോൾ നിങ്ങൾ സീറ്റ് കാണുന്ന പോലെ ഈ ഭാഗത്തൊക്കെ നമുക്ക് ലെതറാണ് വരിക, സെൻറ്റർ ഭാഗത്ത് ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത്. അത്തരത്തിൽ രണ്ടിൻ്റെ കോമ്പിനേഷൻ ആയിട്ടാണ് നമുക്ക് ലഭിക്കുക. ബേസ് വേരിയൻറ്റ് സെക്കൻഡ് വേരിയൻറ്റിലും ഫുൾ ഫാബ്രിക് ആയിരിക്കും, ലെതർ വരുന്നില്ല. അതാണ് അവിടെ വരുന്നൊരു മാറ്റം. ഡോർ പാഡിൽ നമുക്ക് നമ്മുടെ കൈ വെക്കുന്ന ആംറസ്റ്റിൻ്റെ ഭാഗത്തൊക്കെ ഒരു ഫാബ്രിക് ടച്ചാണ് വന്നിട്ടുള്ളത്. ഇവിടെ ലെതർ കൊടുക്കായിരുന്നു ടോപ്പ് എൻഡിൽ എന്ന് തോന്നി. ഇവിടെ പിന്നെ ഗ്ലോസി ബ്ലാക്ക് എലമെൻറ്റ് കാണാം. നമുക്ക് പവർ വിൻഡോയുടെ കൺട്രോൾസ് ഒക്കെ ഒരു പുതിയ കൺട്രോളാണ് വന്നുള്ളത്. നമ്മൾ സാധാരണ മാരുതി വാഹനങ്ങളിൽ കാണുന്ന ഒരു ടൈപ്പല്ല, നെക്സയിൽ കാണുന്ന ടൈപ്പല്ല. പക്ഷേ ഈ ഡോർ ലിവർ നിങ്ങൾ നെക്സയിലെ ഒരുവിധം എല്ലാ വാഹനങ്ങളിലും കാണുന്ന ടൈപ്പാണ്. ഈവൻ ബലേനോ മുതൽ അങ്ങോട്ട് ഇത് തന്നെയാണ് നമ്മൾ കാണുന്നത് എന്ന് പറയാം. ഹാർഡ് പ്ലാസ്റ്റിക് തന്നെയാണ്. അത്തരത്തിലൊരു വളരെ പ്രീമിയം ലെവലൊന്നല്ല. എന്നാൽ പോലും നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ പ്രൈസിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റീസണബിൾ അല്ലെങ്കിൽ നോർമൽ പ്രൈസിങ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഈ വിറ്റാര നമുക്ക് അഗ്രസീവായിട്ട് പ്രൈസ് ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ അടിപൊളിയായിട്ട് പ്രൈസ് ചെയ്തിട്ടില്ല. പക്ഷേ സാധാരണ ഇന്ത്യയിൽ മറ്റുള്ള എല്ലാ ബ്രാൻഡും പ്രൈസ് ചെയ്ത പോലെ തന്നെയാണ് മാരുതിയും പ്രൈസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ചാർജിങ്ങിൻ്റെ കുറച്ച് ഫ്രീയും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ചാർജിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്, അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. എന്തായാലും ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് സാധാരണ നമ്മൾ 60-40 സ്പ്ലിറ്റ് സീറ്റാണ് കാണുന്നെങ്കിൽ ഇതിൽ നമുക്ക് വന്നിട്ടുള്ളത് 40-40 ആണ്. ഇത് ഈ സീറ്റ് നമുക്ക് 40 സ്പ്ലിറ്റ് ചെയ്യാം, ഇവിടെ നമുക്കൊരു 20 സ്പ്ലിറ്റ് ചെയ്യാം, ഇവിടെ 40 സ്പ്ലിറ്റ് ചെയ്യാം. ഇത്തരത്തിൽ 40-40-20 ഇങ്ങനെയാണ് നമുക്ക് സ്പ്ലിറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 20 എന്തിനാണ് കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇത് ആംറസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാമെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം. അതിൽ കപ്പ് ഹോൾഡേഴ്സ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അഡ്ജസ്റ്റ് ഒക്കെ ഇങ്ങനെ നിൽക്കും. എന്തായാലും ഒരു കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ളൊരു പ്രോഗ്രാമാണ്, അല്ലെങ്കിൽ പരിപാടിയാണെന്ന് പറയാം. എന്തായാലും ഉള്ളിലേക്ക് നമുക്ക് ഇവിടുന്ന് തന്നെ ബൂട്ട് ആക്സസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, പ്രീമിയം വാഹനങ്ങളിൽ കാണുന്ന പോലെ. അപ്പോൾ ആ രൂപത്തിലാണുള്ളത്. ഐസോഫിക് ചൈൽഡ് സീറ്റ് മൗണ്ടും 7 എയർ ബാഗൊക്കെ ബേസിക് ആയിട്ട് ബേസ് വേരിയൻ്റ് മുതൽ നമുക്ക് കൊടുക്കുന്നുണ്ട്. 7 എയർ ബാഗാണ്, 6-5 7 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ്. പുറകിലേക്ക് AC വെൻറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചാർജിങ് പോർട്ട് C ടൈപ്പ് ആണ് കൊടുത്തിട്ടുള്ളത്. അതും 2 കൊടുത്തിട്ടുണ്ട്. 2 C ആണോ കാണാലടാ. ഒന്ന് USB Aയും ഒന്ന് C ആണ് കൊടുത്തിട്ടുള്ളത്. അത് നല്ലൊരു കാര്യമായിട്ട് തോന്നിട്ടോ. എന്തായാലും അത് അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. സ്പേസ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഡീസൻ്റ് ആണെന്ന് പറയാം. എന്തായാലും ഇലക്ട്രിക് വാഹനങ്ങൾ നമുക്കറിയാവുന്ന പോലെ ഇവിടെയൊക്കെ ബാറ്ററി പാക്ക് ആയിരിക്കും ഫ്ലോറിൻ്റെ താഴെ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഫ്ലോർ കുറച്ച് ഉയർന്നിട്ടാവും. തൈ സപ്പോർട്ട് ഇത്തിരി നമ്മൾ കോംപ്രമൈസ് ചെയ്യണം. പ്രത്യേകിച്ച് എൻ്റെ അത്ര ഹൈറ്റ് ഉള്ളവർ കേട്ടോ, ഒരു 5.5-6 വരെ ഉള്ളവർക്കൊക്കെ
തൈ സപ്പോർട്ട് അടിപൊളിയായിരിക്കും. പക്ഷേ എനിക്ക് ഇത്തിരി കുറവായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇനി ഏറ്റവും വലിയ പരാതി ഈ വിറ്റാരയിൽ ഹെഡ് റൂമിൻ്റെ കാര്യത്തിലാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. കാരണം എനിക്കെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓക്കെ എന്ന് പറയാൻ രൂപത്തിലൊരു ഹെഡ് റൂം ഉണ്ട് എന്ന് പറയാം. കുറച്ചുകൂടി ഇന്നേക്കാൾ ഹൈറ്റ് ഉള്ളവർക്ക് തല മുട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കുക. നോർമലി ഒരു 5-7, 5-8 ഉള്ളവർക്കൊക്കെ പെർഫെക്റ്റ് ആയിരിക്കും എന്നുള്ളതാണ്. അതിന് താഴെയുള്ളവർക്ക് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ടായിരിക്കും. എന്തായാലും നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഈ റേഞ്ചിൽ ഈ വിലയിൽ കിട്ടുന്ന മറ്റുള്ള ബ്രാൻഡ് വണ്ടികളിൽ ഇതിനേക്കാൾ റൂഫ് ഉണ്ടായിരിക്കും. ഇതും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഭവം എന്നല്ലേ. ഇതിപ്പോൾ 6 അടി ആയിട്ടുള്ള എനിക്ക് കിട്ടുന്ന ഒരു സാധനം നിങ്ങൾ ഇവിടുന്ന് വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ഒരു 3 വിരലിൻ്റെ ഒക്കെ സ്പേസ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം ഓക്കെ എന്ന് പറയാവുന്ന രൂപത്തിലാണുള്ളത്. ഫുൾ ബ്ലാക്ക് ആണ് ഇന്റീരിയർ വന്നിട്ടുള്ളത്. അതും മനോഹരമായിട്ടുണ്ടെന്ന് പറയാം. റൂഫ് അടക്കം ഫുൾ ബ്ലാക്ക് കൊടുത്തിട്ട് ഒരു സ്പോർട്ടി ഫീലും തരുന്നുണ്ട്. ഇനി ഡ്രൈവർ സൈഡ് ഒന്ന് കയറി നോക്കാം. ഇതാണ് നമ്മുടെ സ്മാർട്ട് കീ വന്നുള്ളത്. ബേസിയായിട്ട് മുതലുള്ള കീ ആയിരിക്കും. അതിൽ പുതുമയൊന്നുമില്ല. നമ്മുടെ മാരുതി വാഹനങ്ങളിൽ നമ്മൾ സാധാരണ കാണുന്ന ഒരു കീ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി ഫ്രണ്ട് ഡോർ പാഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കൺട്രോൾസ് ഡിഫറെൻ്റ് ആണ്. പ്രത്യേകിച്ച് 4 പവർ വിൻഡോയുടെ കൺട്രോളും ORM ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ഫോൾഡൊക്കെ നോക്കിയാൽ കുറച്ചുകൂടി ഒരു ജാപ്പനീസ് പുറത്തൊക്കെ കിട്ടുന്ന രൂപത്തിൽ ജർമ്മൻ വാഹനങ്ങളിൽ കാണുന്ന രൂപത്തിലുള്ളൊരു ഡിസൈൻ തീം വന്നിട്ടുണ്ട് ഈ കൺട്രോൾസിന് എന്ന് പറയാം. ഇനി ഏറ്റവും ടോപ്പ് എൻഡിൽ കിട്ടുന്ന 2 ഫീച്ചേഴ്സിൽ ഒരെണ്ണം പവേർഡ് 10-വേ പവർ ഡ്രൈവർ സീറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത് പറഞ്ഞാൽ ഫ്രണ്ടിലെ 2 സീറ്റുകളും വെന്റിലേറ്റഡ് ഫംഗ്ഷൻ. ഈ 2 ഫീച്ചറും നമുക്ക് ആൽഫ എന്ന് പറയുന്ന ടോപ്പ് എൻഡിലേക്ക് മാത്രം, അതായത് ബേസ് വേരിയന്റിൽ നിന്നും 3,70,000 രൂപ ഷോറൂം പ്രൈസ് നോക്കുമ്പോൾ നമ്മൾ കൂടുതൽ കൊടുക്കണം. അപ്പോൾ അറൗണ്ട് ഒരു 4 ലക്ഷം രൂപ കൂടുതൽ കൊടുത്താലേ നമുക്ക് കിട്ടുള്ളൂ എന്ന് പറയാം. പിന്നെ നമ്മുടെ സ്റ്റിയറിംഗ് നോക്കുകയാണെങ്കിൽ ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പി ഫംഗ്ഷൻ വരുന്നുണ്ട്. അത് ബേസ് വേരിയന്റ് മുതൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസും ബേസ് വേരിയന്റ് മുതൽ കിട്ടും. അതിനൊരു ലേക്ക് കൊടുക്കുക, ഒരു ലേക്ക് കൊടുക്കുന്ന സ്പേസ്, ഒരു ലേക്ക് കൊടുക്കുകയാണ്, അടിപൊളിയാണെന്ന് പറയാം. പിന്നെ നമുക്കിവിടെ അഡാസിൻ്റെ ഫീച്ചേഴ്സൊക്കെയാണ് ഈ സൈഡ് കൺട്രോൾസ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ടോപ്പ് എൻഡിൽ മാത്രമേ കിട്ടുള്ളൂ. സ്റ്റിയറിംഗ് വീലും നമുക്കൊരു ഡുവൽ ഡി കട്ടാണ്. സാധാരണ മാരുതി വാഹനങ്ങൾ നമ്മൾ കാണാത്തതാണ്. ഹോൾഡ് ചെയ്യാനൊരു ഫീല് കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. നല്ല രസമായി ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ഇവിടെ നമ്മുടെ ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പിൻ്റെ കൺട്രോൾസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പുറത്ത് നമ്മുടെ വൈപ്പർ, അതും ഓട്ടോമാറ്റിക് ആണ്. ഞാൻ പറഞ്ഞു ബേസ് വേരിയന്റ് മുതൽ നമുക്ക് കിട്ടുന്നുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ഒരു പൊസിഷൻ ഈ ഭാഗത്താണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ആംബിയൻ ലൈറ്റിംഗ് വരുന്നുണ്ട്. ഏകദേശം ഇവിടെ കാണാൻ പറ്റുമോ? കാണാൻ പറ്റുന്നില്ല. ആംബിയൻ ലൈറ്റിംഗ് നമുക്ക് ബേസ് വേരിയന്റ് മുതൽ ലഭിക്കുന്നുണ്ട് എന്ന് പറയാം കേട്ടോ. പിന്നെ മൊത്തത്തിൽ ഡാഷ്ബോർഡ് നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു മാരുതി വാഹനമായിട്ട് നിങ്ങൾക്ക് സാമ്യം തോന്നില്ല. വളരെ ഡിഫറൻ്റ് ആണിത്. ആരെങ്കിലും ഏതെങ്കിലും മാരുതി വാഹനത്തിൽ ഇത്തരത്തിൽ കണ്ടിട്ടുണ്ടോ? ഒരിക്കലും കണ്ടിട്ടുണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ 10.1 ഇഞ്ചിൻ്റെ MID ആണ് വന്നുള്ളത്. അതിൻ്റെ കൺട്രോൾസ് നമുക്ക് ഇൻഫോ എന്നുള്ള ഈ ഭാഗത്തെടുക്കാം. വളരെ ലിമിറ്റഡ് ആണ് നമുക്ക് കൺട്രോൾസ് ഒക്കെ. ട്രിപ്പ് ബി ഉണ്ട്. പിന്നെ ഡ്രൈവർ സീറ്റ് ബെൽറ്റ് ഇട്ടാലാണ് ഒരു ഇൻഫർമേഷൻ കാണിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഇൻഫർമേഷൻ. ഇത്രയേ ഉള്ളൂ. നമുക്ക് വേറെ ഒരുപാട് ഇൻഫർമേഷൻ ഇതിൻ്റെ ഉള്ളിലൂടെ എടുത്തു പോകാനൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ലേ ഔട്ട് ചേഞ്ച് ചെയ്യാമെന്നുള്ളതാണ്. അത് നമുക്കിത് ഈ ഒരു വെഹിക്കിളിൻ്റെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ, സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ വെഹിക്കിൾ സ്ക്രീനിലേക്ക് പോയാൽ മീറ്റർ ഡിസ്പ്ലേ സെലക്ട് ചെയ്യാം. അതിൽ ലേ ഔട്ട് സ്റ്റാൻഡേർഡാണ് ഇപ്പോൾ കിടക്കുന്നത്. വൈഡ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ചേഞ്ച് ആവും. ഇനി ക്ലാസിക് ഉണ്ട്. ക്ലാസിക്കാണ് എനിക്കിഷ്ടം. ഈ രൂപത്തിൽ വരും. അപ്പോൾ ഒരു RPM മീറ്ററിൻ്റെ ഒരു ഫീലോടെ കൂടി നമുക്ക് ഓടിക്കാനായിട്ട് പറ്റും. ഇതാണ് കുറച്ചൊരു സ്പോർട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ചേഞ്ചസ് ആണ് നമ്മുടെ MIDയിൽ വരുന്നത്. വേറെ ഒരുപാട് മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പിന്നുള്ളത് നമ്മുടെ 10.4 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീനാണ്. ഇതിൽ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ വയർലെസ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഈ 2 സ്ക്രീനും ഞാൻ പറഞ്ഞ ബേസ് വേരിയന്റ് മുതൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതിനും ഒരു ലേക്ക് കൊടുക്കുകയാണ് മാരുതിക്ക്. നമ്മൾ 17,36,000 രൂപ ഏകദേശം ഓൺ റോഡ് വില വരുന്ന ബേസ് വേരിയന്റ് മുതൽ ടോപ്പ് എൻഡ് വരെ സ്ക്രീനുകൾ 2 സിമിലർ ആണ്. ഒരേ ഫീച്ചേഴ്സാണ്. ഇപ്പോൾ രക്ഷയില്ല എന്ന് പറയാം. ഇതിൽ ഏറ്റവും ടോപ്പിൽ കാണുന്ന നമ്മുടെ, ഞാൻ നേരത്തെ പറഞ്ഞ വെന്റിലേറ്റഡ് സീറ്റിനെയാണ്. മുന്നിൽ 2 സീറ്റുകൾ നമുക്ക് വെന്റിലേറ്റഡ് ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹോം വന്നിട്ടുണ്ട്. അതിൽ ആപ്പിൾ കാർപ്ലേ, അതുപോലെ AC കൺട്രോൾസ് കാര്യങ്ങളൊക്കെയാണ്. AC കൺട്രോൾസ് നമുക്ക് ഫിസിക്കലായിട്ട് ഇവിടെ വേറെയും കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ നമുക്ക് ഫിസിക്കൽ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെയാണ് നമുക്ക് സ്ക്രീനിലും നൽകിയിട്ടുള്ളത്. അതൊക്കെ നല്ല കാര്യമായിട്ട് തോന്നി. ഇന്നത്തെ കാലത്ത് നമുക്ക് ആരും തരാത്ത കാര്യമാണ്. സെറ്റിംഗ്സിൽ പോയാൽ അഡാസ് ഉണ്ട്, വെഹിക്കിൾ ഉണ്ട്. വെഹിക്കിൾ പോലെ വൈപ്പർ, ലൈറ്റ്സ്, ആൻറ്റി തെഫ്റ്റ്, ഡോർ ലോക്ക്, ഇന്റീരിയറിലേക്ക് പോയാൽ ആംബിയൻ ലൈറ്റിംഗ്, മീറ്റർ ഡിസ്പ്ലേ, ഫുട്വെൽ ലൈറ്റ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സെറ്റിംഗ്സ് ഇഷ്ടം പോലെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം. ഇനി EV മോഡിലേക്കുള്ള സെറ്റിംഗ്സ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ചാർജിന്, റീജനറേഷൻ്റെ കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. സ്ക്രീനിൻ്റെ നമ്മൾ നേരത്തെ ഓൾറെഡി കണ്ടു. ഇനി മീഡിയ, നെറ്റ്വർക്ക് സിസ്റ്റം, അങ്ങനെ അത്യാവശ്യം വേണ്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ കൺട്രോൾ ചെയ്യാനുണ്ട് എന്നുള്ളതാണ് കേട്ടോ. രസമായി വന്നിട്ടുണ്ട്. കുറച്ചുകൂടി സൈസ് നമ്മൾ ഇന്നത്തെ കാലത്ത് എല്ലാ EV വാഹനങ്ങളും വളരെ സൈസ് കൂടി സ്ക്രീന് കിട്ടുന്നത് കാണാറുണ്ട്. ഇതും എനിക്ക് ഓക്കെ ആണ് എന്നാണ്. ചിലപ്പോൾ മറ്റുള്ള വലിയ സ്ക്രീനെ കണ്ടിട്ടുള്ളവർക്ക് ഇത് കുറച്ചുകൂടി ചെറുതായോ വലുതാണെങ്കിൽ അടിപൊളിയായിരുന്നു എന്നൊക്കെ തോന്നുന്ന ഫീല് തോന്നും എന്നുള്ളതേ ഉള്ളൂ. അവിടെ താഴേക്ക് വന്നാൽ ഹസാർഡ് ലാമ്പിൻ്റെ കൺട്രോൾ, AC വെന്റിൻ്റെ ഷേപ്പൊക്കെ കണ്ടില്ലേ, ഒരു ന്യൂ ഡിസൈനാണ് വന്നിട്ടുള്ളത്. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഗ്ലോബൽ പ്രൊഡക്റ്റ് ആണ്. നമുക്ക് ഇന്ത്യയിലേക്ക് വേണ്ടിയിട്ട് മാരുതി അല്ലെങ്കിൽ സുസുക്കി ഉണ്ടാക്കിയ ഒരു വണ്ടിയല്ല, ഗ്ലോബൽ പ്രൊഡക്റ്റ് ആണ്. മാത്രമല്ല ഇതിന്റെ ഇബല്ല എന്ന് പറഞ്ഞൊരു വണ്ടി നിങ്ങൾ ടൊയോട്ടയിൽ ഇനി വരാൻ പോകുന്നുണ്ട്. ആദ്യം ഇതായിരിക്കും സെയിലിന് വരിക, അതിനുശേഷമായിരിക്കും ടൊയോട്ടയിൽ ഇബല്ല, അതായത് ബെലേനോ ഗ്ലാൻസ് ആയതുപോലെ, ഫ്രോങ്സ് ടൈസർ ആയതുപോലെ, എർട്ടിഗ റൂമിയോൺ ആയതുപോലെ
നമ്മുടെ ഈ വിറ്റാര ഈ നമുക്ക് ഇബല്ലെ ആവുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതുകൊണ്ടാണ് പറഞ്ഞത് ഗ്ലോബൽ പ്രൊഡക്റ്റ് ആണ്. ഇതൊക്കെ യൂറോപ്പിലൊക്കെ ഓൾറെഡി സെയിലിൽ വന്നു ഈ വണ്ടി. നമുക്കിപ്പോഴാണ് വന്ന് ഏകദേശം 1 കൊല്ലമായി യൂറോപ്പിലൊക്കെ സെയിൽ ആരംഭിച്ചിട്ട്, നമുക്കിപ്പോഴാണ് കിട്ടിയത് എന്ന് മാത്രം. എന്തായാലും താഴേക്ക് നമ്മൾ ഓൾറെഡി കണ്ടു നമ്മുടെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ. വയർലെസ് ചാർജിംഗ് പാഡ് കാണാം. ഇത് 2ാമത്തെ വേരിയന്റിൽ കിട്ടുള്ളൂ, ബേസ് വേരിയന്റിൽ ഉണ്ടായിരിക്കില്ല. ഓട്ടോമാറ്റിക് AC നമുക്ക് ബേസ് വേരിയന്റ് തൊട്ടുണ്ട്, അത് ഞാൻ പറയാൻ വിട്ടുപോയി. അതിനൊരു ലേക്ക് കൊടുക്കുകയാണ്. താഴേക്ക് വന്നാൽ കപ്പ് ഹോൾഡേഴ്സ് കാണാം. ഒരു ഗ്ലോസി ബ്ലാക്ക് എലമെന്റ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. പെട്ടെന്ന് സ്ക്രാച്ച് ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ ഡ്രൈവ് മോഡ് വരുന്നുണ്ട് നമുക്ക്. സ്പോർട്ട്, ഇക്കോ എന്നിങ്ങനെ 2 ഡ്രൈവ് മോഡ്സ് വന്നിട്ടുണ്ട്. സ്നോ, മഡ് എന്നിങ്ങനെയുള്ള, മഡില്ല സ്നോ എന്നുള്ള ഇതാണ് പറഞ്ഞത്. യൂറോപ്യൻ കൺട്രിക്ക് വെക്കുന്നതുകൊണ്ട് തന്നെ സ്നോക്കുള്ള ഒരു മോഡ് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ പാർക്ക്, അതുപോലെ ഡ്രൈവ് ഇതൊക്കെ നമ്മൾ മാറ്റേണ്ടതും സാധാരണ വാഹനങ്ങൾ നമ്മൾ കാണുന്ന പോലെയല്ല. അതായത് ബ്രേക്ക് പ്രസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു നോബ് താഴത്തേക്ക് പ്രസ് ചെയ്തിട്ട് തിരിക്കണം. അപ്പോഴാണ് ഇത് ഡ്രൈവിലേക്ക് പോവുക. എഗൈൻ താഴത്തേക്ക് പ്രസ് ചെയ്തിട്ട് റിവേഴ്സ് ഇടണം. താഴത്തേക്ക് പ്രസ് ചെയ്ത് സെൻട്രൽ ആക്കിയാൽ ന്യൂട്രൽ. അങ്ങനെ ഇതിങ്ങനെ പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ ഡ്രൈവ് സെലക്ട് ചെയ്യേണ്ടത്. അത് നല്ലൊരു സേഫ്റ്റി ഫീച്ചർ ആയിട്ട് വന്നു. കാരണം കുട്ടികളൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർ വെറുതെ പിടിച്ച് തിരിക്കുക, അല്ലെങ്കിൽ നമ്മളെ അബദ്ധവശ കൈ എന്തെങ്കിലും ഇവിടേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഒന്ന് തിരിയൊന്നും അങ്ങനത്തെ എമർജൻസി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. അതൊരു നല്ല കാര്യമായിട്ട് വന്നു. ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യേണ്ടത് അടിപൊളിയായി. പിന്നെ പാർക്കിന് പ്രത്യേക ബട്ടൺ നൽകിയിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ നിന്ന് പ്രസ് ചെയ്താൽ നമ്മുടെ ഹാൻഡ് ബ്രേക്ക് ഓണായി. ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വിത്ത് ഓട്ടോ ഹോൾഡർ വഴി ബേസ് വേരിയന്റ് പോലും കൊടുത്തിട്ടുണ്ട്. അതിനും ഒരു ലേക്ക് കൊടുക്കുകയാണ്. മൊത്തത്തിൽ ഈ കൺസോൾ കാണാൻ രസകരമായി വന്നിട്ടുണ്ട് എന്ന് പറയാം. അതിന് താഴെ നമുക്ക് സ്റ്റോറേജ് ഏരിയ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ സൂക്ഷിക്കണമെങ്കിൽ ഇവിടെയും വെക്കാം. അതിന് താഴെയായിട്ട് നമുക്ക് C-Type ചാർജിംഗ് പോർട്ടും USB പവർ ഔട്ട്ലെറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എഗെയിൻ ഇവിടുന്ന് നോക്കിയാൽ എന്തൊക്കെയുണ്ട്, 12 വോൾട്ടിന് ചാർജ് സോക്കറ്റ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ആംബിയൻ ലൈറ്റ്, നിങ്ങൾക്ക് കുറച്ച് ബ്ലൂ ലൈറ്റ് ഇവിടെ കാണും എന്ന് വിചാരിക്കുന്നു. അവിടുന്ന് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആംറസ്റ്റിന്റെ ഭാഗത്ത് നമുക്കൊരു ലെതറിന്റെ സോഫ്റ്റ് ടച്ച് പാഡിങ് കൊടുത്തിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് ഏരിയ വന്നിട്ടുണ്ട്. ഗ്ലോ ബോക്സ് കൂളിംഗ് ഫംഗ്ഷനോട് കൂടി വന്നിട്ടുണ്ട്. വാനിറ്റി മിറർ നമുക്ക് പാസഞ്ചർ സൈഡ് ഉണ്ട്, ഡ്രൈവർ സൈഡും നമുക്ക് വാനിറ്റി മിറർ ഉണ്ട്. ലൈറ്റ് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ സോഴ്സ്, എമർജൻസി കൺട്രോളും അതുപോലെ ലൈറ്റ്സിന്റെ കൺട്രോൾ മാത്രമേ ഉള്ളൂ. നമുക്ക് റൂഫിന്റെ കൺട്രോൾ ഇല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഗ്ലാസ് റൂഫാണ്, ഫിക്സഡ് ആണ്. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വ്യൂ കിട്ടുമെന്നുള്ളൂ, ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ ഇതിന്റെ ആവശ്യമുള്ളൂ, ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഗ്രാൻഡ് വിറ്റാര, ഈ വിറ്റാരയുടെ മൊത്തത്തിലുള്ള കാഴ്ചയുള്ള കാര്യങ്ങൾ വരുന്നത്. സോ കുറേ നാളായിട്ട് കാത്തിരുന്നത് ഈ ഒരു ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കാനായിട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു 2 വർഷം മുമ്പ് ഇറങ്ങിയ വാഹനമാണ് എന്നുള്ളത്. അന്ന് ഞാൻ ഡൽഹിയിൽ പോയിട്ട് ഇതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ്, ഒരു ഇതിനകത്ത് സ്റ്റുഡിയോയുടെ അകത്ത് നിർത്തിയിട്ട വാഹനം നമ്മൾ കണ്ട്. അപ്പോൾ അതേ കേരള രജിസ്ട്രേഷനിൽ നമ്മൾ കേരളത്തിലെ റോഡിലൂടെയാണ് ഓടിച്ച് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. എന്തായാലും എനിക്ക് കണ്ടപ്പോൾ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു മതിപ്പ് തോന്നിയിരുന്നില്ല ഈ വിറ്റാര. പക്ഷേ ഇതിപ്പോൾ കുറച്ച് നേരം കയ്യിൽ ഇങ്ങനെ കിട്ടിയപ്പോൾ ശരിക്കും ഇംപ്രസ്ഡാണ്. നൈസായിട്ട്, അതായത് ഒരു കുഞ്ഞു കാറ് കൊണ്ടാണ് സംഭവം. എന്ന് പറഞ്ഞാൽ നമുക്കൊരു 4 മീറ്ററിന് അധികം നീളം വരുന്ന ഒരു വാഹനം. ഉദാഹരണത്തിന് ഇപ്പോൾ കർവ് EV ഒക്കെ വരുന്നില്ല, ആ ഒരു സെഗ്മെന്റ് വരുന്നത്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ പെട്രോൾ വാഹനം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് വിറ്റാര, ക്രെറ്റ, സെൽറ്റോസ്, ആ ഒരു സെഗ്മെന്റ് വരുന്ന ഒരു വണ്ടിയാണ്. പക്ഷേ ഹാൻഡിൽ ചെയ്യാൻ നൈസാണ്, ഭയങ്കര രസമായിട്ട് നമുക്ക് കൊണ്ട് നടക്കാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷേ സസ്പെൻഷൻ ഇത്തിരി സ്റ്റിഫാണ്, നമ്മൾ പ്രതീക്ഷിച്ചതാണ് അതൊക്കെ. കാരണം ഇലക്ട്രിക് വാഹനങ്ങളെല്ലാം സ്റ്റിഫായിരിക്കും സസ്പെൻഷൻ. നമുക്ക് ബാറ്ററി അത്രയും വെയിറ്റ് വരുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതിൻ്റെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും സസ്പെൻഷൻ ഒരു ഇത്തിരി സ്റ്റിഫായിട്ട് അല്ലെങ്കിൽ ഇത്തിരി സ്ട്രോങ് ആയിട്ട് ഹാർഡായിട്ടുള്ള ഒരു സസ്പെൻഷനാണ് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ വിറ്റാരയുടെ കാര്യം മാത്രമല്ല, ഏത് ഇലക്ട്രിക് വാഹനമാണെന്നുണ്ടെങ്കിലും റൈഡ് ഇത്തിരി സ്റ്റിഫായിരിക്കും. നമ്മൾ ഇതേപോലെ ഇത്തിരി അൺഈവൻ ആയിട്ടുള്ള റോഡ്, മോശം റോഡിൽ പോകുമ്പോൾ നല്ല ചാട്ടം ഫീൽ ചെയ്യും. പക്ഷേ അത്യാവശ്യം ഹൈവേയിൽ ഒരു നല്ല റോഡിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ പക്ക സ്മൂത്ത് ആയിരിക്കും. അതാണ് അതിൽ വരുന്നൊരു കാര്യം എന്ന് പറയുന്നത്. അത് ചില സമയത്ത് നമ്മുടെ കേരളത്തിലെ റോഡ് കണ്ടീഷനിൽ നമ്മുടെ ഒരു എന്താ പറയുക, ഒരു ഉള്ളേരിയയിലത്തെ റോഡിലൊക്കെ നമുക്ക് നല്ല രീതിയിലൊരു കുലുക്കം ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് തോന്നുന്നത് എന്താ എങ്ങനെയാണ്. പക്ഷേ ഇലക്ട്രിക്കാണ് നിങ്ങൾ എടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റൈഡ് ക്വാളിറ്റി തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത് എന്ന് പറയാം. ഇനി ഇതിൻ്റെ പെർഫോമൻസ് ഞാൻ ജസ്റ്റ് ഇവിടെ നിർത്തിയിട്ട് ഒന്ന് ആക്സലറേഷൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഓടിക്കുന്നത് ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ്. ഞാനിവിടെ 0-ൽ നിർത്തിയിട്ട് ഒരുപാട് ദൂരമൊന്നും പോകാനില്ല. എന്നാലും ജസ്റ്റ് ഇതേ കാല് കൊടുക്കുകയാണ്. ഏതാ മോഡ്, സ്പോട്ടിലാണ് കിടക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഓക്കെ, കാല് കൊടുക്കട്ടെ. 1 2 3 4 5 6 എത്തിയപ്പോഴേക്ക് 90. ABS-ഉം അടിപൊളിയാണ്. സോ നമ്മൾ തൃശ്ശൂർ ഏകദേശം 5-5:30 ആകുമ്പോൾ ടൗണിൽ കൂടെയാണ് ഓടിക്കുന്നത്. നമുക്ക് അങ്ങനെ 0 to 100 ഒന്നും ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാലും അത്യാവശ്യം ഒരു മൊമെന്റം കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഒരു പവർ ഡെലിവറി കാര്യങ്ങൾ സാധാരണ ഇലക്ട്രിക് വാഹനം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ കിട്ടുന്നുണ്ട്. ഫുൾ ഓപ്ഷൻ നമ്മൾ ഓടിക്കുന്നത് പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ 61 കിലോവാട്ടിന്റെ ബാറ്ററി പാക്കാണ് വരിക. 174 PS ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ. ഇനി നമ്മൾ വാല്യൂ ഫോർ മണി എന്ന് പറഞ്ഞാൽ ബേസ് വേരിയന്റിൽ നമുക്ക് 49 കിലോവാട്ടാണ് ബാറ്ററി പാക്ക് വരിക. അതിൽ മോട്ടോർ വ്യത്യാസമുണ്ട്. ഇതിനേക്കായി 30 PS കുറവായിരിക്കും. 143 PS പവർ വരുള്ളൂ. പക്ഷേ ടോർക്ക് സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് ഇനീഷ്യൽ പവർ ഡെലിവറിയിലൊന്നും വലിയൊരു വ്യത്യാസമൊന്നും ഫീൽ ചെയ്യില്ല കേട്ടോ. നിങ്ങൾ ഒരു ഡ്രാഗ് റേസിനൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ രണ്ടും ഒരേ ലെവലിലായിരിക്കും നമുക്ക് പെർഫോമൻസ് തരാം. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് സാധാരണ നമ്മുടെ നാട്ടിൻപുറത്ത് ഒരു ഓട്ടത്തിനൊന്നും
നിങ്ങൾക്ക് ആ ഒരു പവർ ഡെലിവറി ഒന്നും ഡിഫറൻസ് ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളത്. പിന്നെ പ്രധാനമായിട്ട് മാറ്റം റേഞ്ചിലാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ ബേസ് വേരിയന്റ് നമുക്ക് ഫുൾ ചാർജിൽ 443 കിലോമീറ്റർ ആണ് കമ്പനി പറയുന്നത്. ഈ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ 100 കിലോമീറ്റർ കൂടും 543 കിലോമീറ്റർ ആവും. ഇതൊക്കെ റിയൽ വേൾഡിൽ വരുമ്പോൾ ഡിഫറെന്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഒരു 100 കിലോമീറ്റർ എക്സ്ട്രാ ക്ലെയിം ചെയ്ത് വരുന്നുണ്ടെങ്കിൽ ഒരു 70 മാക്സിമം 60 to 70 ആണ് റിയൽ വേൾഡിൽ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് കൂടിയാണ് ഞാൻ നമ്മുടെ ബേസ് വേരിയന്റ് വാല്യൂ ഫോർ മണി ആയിട്ട് പറഞ്ഞത്. നമുക്ക് ഫുൾ ഓപ്ഷനിലേക്ക് ബേസ് വേരിയന്റിൽ നിന്നും ഏകദേശം 3.25-4 ലക്ഷം രൂപ അധികം കൊടുക്കുമ്പോൾ ഒരു 60 കിലോമീറ്റർ ആണ് നമുക്ക് അധികം ഓടാനായിട്ട് പറ്റുന്നത്. അധികം കിട്ടുന്ന ഫീച്ചേഴ്സ് ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 360 ക്യാമറ, അഡാസ് ലെവൽ 2, വെന്റിലേറ്റഡ് സീറ്റ്, പവേർഡ് സീറ്റ്, ഈ ഗ്ലാസ് റൂഫ് കഴിഞ്ഞു. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അധികമായി. പിന്നെ സെമി ലെതർ സീറ്റ്, ഇങ്ങനെയൊക്കെ വളരെ കുറഞ്ഞ നമുക്ക് ആഡംബരം എന്ന് വേണമെങ്കിൽ പറയാം, അത്യാവശ്യം ഇല്ലാത്ത ലക്ഷറി ഫീച്ചേഴ്സ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഒരു 60 കിലോമീറ്റർ അധികം കിട്ടാനും ഇത്തരത്തിലുള്ള ലക്ഷറി ഫീച്ചേഴ്സ് കിട്ടാനും വേണ്ടി നമ്മളൊരു 4 ലക്ഷം മുടക്കണമെന്ന് വെച്ചാൽ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഉത്തരം. അതുകൊണ്ടാണ് ഞാൻ വാല്യൂ ഫോർ മണി ആയിട്ട് ഇതിന്റെ ഡെൽറ്റ എന്ന് പറയുന്ന ബേസ് വേരിയന്റ് സെലക്ട് ചെയ്യാൻ കാരണം. ഇനി നിങ്ങൾക്ക് എന്താ പറയുക, റേഞ്ച് കൂടുതൽ വേണം എന്നുള്ളവർക്ക് ഈ പറഞ്ഞ പോലെ രണ്ടാമത്തെ മൂന്നാമത്തെ വേരിയന്റിലേക്ക് പോകുന്നതുകൊണ്ട് തെറ്റില്ല. വേറെ എല്ലാം ഈ സെയിം ആണ്. നമുക്ക് ഈ കാണുന്ന ഇൻഫർടൈൻമെന്റ് കാര്യങ്ങളൊക്കെ സെയിം ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. ഇനി ഇതിന്റെ സ്റ്റിയറിംഗിന്റെ ഫീഡ്ബാക്ക് ഞാൻ പറഞ്ഞല്ലോ, ഒരു കുഞ്ഞു വണ്ടി കൊണ്ടു നടക്കുന്ന പോലെ നമുക്ക് കൊണ്ടു നടക്കാന്നുള്ളത്. യെസ്, അക്ഷരത്തിൽ അതുപോലെ തന്നെയാണ്. നമുക്ക് പവർ എടുക്കുന്ന സമയത്ത് നമുക്കൊരു കോൺഫിഡൻസ് തരുന്ന ഒരു സ്റ്റിയറിംഗ് വീലാണ് മാരുതിയുടെ എന്ന് പറയുമ്പോൾ നമുക്ക് അത് ഞാൻ എന്താ പറയുക, ഇത്രയും പ്രൈസ് വരുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അത്രയും നല്ലൊരു ഫീഡ്ബാക്ക് ചെയ്ത സ്റ്റിയറിംഗ് ഒക്കെ. എന്നാലും അത് അതുപോലെ വന്നിട്ടുണ്ട്. അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. മെയിനായിട്ട് അതാണ്, ഒരു സ്റ്റിയറിംഗ് നമുക്കൊരു നമ്മളായിട്ട് ഒരു കണക്ഷൻ കിട്ടുന്ന ഒരു സാധനമാണെന്നുണ്ടെങ്കിലോ പകുതി നമുക്ക് വാഹനം, പകുതി അല്ല, ഒരു 80% നമ്മൾ ആ വാഹനത്തിൽ ഇഷ്ടപ്പെടും എന്നുള്ളതാണ്. പിന്നെ റേറ്റ് ക്വാളിറ്റി ഇതൊക്കെ സെക്കൻഡറി ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഇതിൽ ഞാൻ 100% ആ കാര്യങ്ങളിലൊക്കെ ഹാപ്പിയാണ്. ഈ ഫീച്ചേഴ്സിലാകെ ഒരു കുറവായിട്ട് നമുക്കിത് സൺറൂഫ് അല്ലല്ലോ, കോമ്പറ്റീഷനെ വെച്ച് നോക്കുമ്പോൾ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷേ ഇതും ഓക്കെ ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്താണെന്നറിയില്ല, മാരുതിയുടെ വാഹനങ്ങൾ പലർക്കും കണ്ടിഷ്ടപ്പെട്ടില്ലെങ്കിലും വാഹനം ഓടിക്കുമ്പോഴും എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴും ഓൺ ചെയ്യുമ്പോഴൊക്കെ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെയാണ് തോന്നുന്നു ഈ വിറ്റാരൊക്കെ ഇനി സംഭവിക്കാൻ പോകുന്നത്. ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്ത് അത്തരത്തിലാണ്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഒന്നിങ്ങനെ തോന്നി, പക്ഷേ കയ്യിൽ കെട്ടി ഓടിച്ചു നോക്കിയപ്പോൾ ഹാപ്പിയാണ്. ഇനി കൂടാതെ തന്നെ നമുക്ക് പുതിയ വണ്ടിക്ക് വരെ മറ്റാരും നൽകാത്ത കിടില സ്കീമുകളാണ് മാരുതി തന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം 1 വർഷം ചാർജിങ് ഫ്രീ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം 50,000 രൂപ വില മതിക്കുന്ന ഇതിന്റെ ചാർജർ, ഹോം ചാർജർ ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് തരും. അത് രണ്ടും നമുക്ക് ഏകദേശം 1 ലക്ഷം വർത്തായിട്ടുള്ള ഒരു ഗുണം നമുക്കിത് എടുക്കുമ്പോൾ ഇപ്പോൾ എടുക്കുന്നവർക്ക് കിട്ടുന്നുണ്ട് എന്ന് പറയാം. 1 വർഷത്തേക്ക് ചാർജിങ് ഉണ്ട് എന്ന് പറയുമ്പോഴും 1000 യൂണിറ്റ് ആയിട്ട് ലിമിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് 1 വർഷം വരെ നേരെ ഇങ്ങനെ പറയാം, 1000 യൂണിറ്റ് 1 വർഷം വാലിഡിറ്റി കിട്ടുന്നുണ്ട്, അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഫുൾ ടൈം നിങ്ങൾ പുറത്ത് ചാർജ് ചെയ്യുന്നവരാണെങ്കിൽ ചിലപ്പോൾ ഒരു 2-3 മാസം കൊണ്ട് തീരാവുന്ന ഒരു ഓഫറാണത്. അതല്ല നിങ്ങൾ വീട്ടിലാണ് കൂടുതലും ചാർജ്, ലോങ് ഒക്കെ പോകുമ്പോൾ പുറത്തുനിന്ന് ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ 1 വർഷം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് അത് യൂട്ടിലൈസ് ചെയ്യാമെന്നുള്ളതാണ്. ഏകദേശം നമ്മൾ കോസ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിലും 1000 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പുറത്ത് DC ഫാസ്റ്റ് ചാർജിങ് വെച്ച് നോക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ ഒരു 22 രൂപയ്ക്കാണ് ആവറേജ് കോസ്റ്റ് വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 10-25,000 രൂപക്ക് വില മതിക്കുന്ന ഒരു സാധനമാണ് ഫ്രീ ആയിട്ട് തരുന്നത് മാരുതി എന്ന് പറയാം. അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ബൈബാക്ക് അഷുറൻസ്, നമ്മൾ 3 വർഷം ഉപയോഗിച്ചതിന് ശേഷം തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ 60%, എക്സ്ഷോറൂമിന്റെ 60% വില തന്ന് മാരുതി ഇത് തിരിച്ചെടുക്കുമെന്നുള്ളൊരു ഉറപ്പും അവർ തരുന്നുണ്ട്. അതിന് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ടാവും കേട്ടോ. അത് ഇപ്പോൾ പറഞ്ഞിട്ടില്ല, ഞാൻ ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ ഉണ്ടായിരിക്കും. 3 വർഷം ഇത്ര കിലോമീറ്റർ എന്നുള്ള ഒരു സാധനം നിർബന്ധമായിട്ട് ഒരു ക്ലോഷർ വെക്കാൻ സാധ്യത ഞാൻ കാണുന്നുണ്ട്. അതിനെ പറ്റി ഇപ്പോൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ വണ്ടി. പ്രൈസ് വന്ന ഉടനെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്, അതുകൊണ്ട് അതൊന്നും നമുക്ക് ഡീറ്റെയിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ അത്തരത്തിലാണ് കാര്യങ്ങൾ വരുന്നത്. എന്തായാലും മാരുതി ഇത്രയും വൈകിപ്പിച്ചത് നല്ലൊരു കാര്യത്തിനാണ് എന്നുള്ള ആലോചിക്കുമ്പോൾ നമുക്ക് ആ ഒരു 2 കൊല്ലത്തെ കാലതാമസം വലിയ വിഷയമായിട്ട് തോന്നുന്നില്ല. കാരണം അവർ ആ ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യായിരുന്നു. അവർ മാരുതി ആദ്യത്തെ ഇലക്ട്രിക് വാഹനമാണല്ലോ, അപ്പോൾ അതൊരിക്കലും മോശമാക്കാൻ പാടില്ല, അല്ലെങ്കിൽ എടുത്തവർ ചാർജ് ചെയ്യാൻ വേണ്ടി അലയാൻ പാടില്ല, സർവീസിന് വേണ്ടി അലയാൻ പാടില്ല എന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ അവർ ചാർജിങ് ഇൻഫ്രാ കിഡലിനായിട്ടാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാ മാരുതി ഷോറൂമിലും എല്ലാ മാരുതി സർവീസ് സെന്ററിലും DC ഫാസ്റ്റ് ചാർജിങ് ഓൾറെഡി ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ കേരളത്തിലെ ഒരു രീതി വെച്ചിട്ട് നമ്മൾ എപ്പോഴും അടുത്തടുത്ത് സർവീസ് സെന്ററുകളും ഷോറൂമുകളും മാരുതിയെ കാണുന്നതാണ്. അപ്പോൾ ഒരു 20-25 കിലോമീറ്റർ ദൂരം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാരുതിയുടെ ഒരു ചാർജർ കാണാനായിട്ട് പറ്റുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. അത് മാത്രമല്ല സർവീസ് സെന്ററുകളും എല്ലാവരും ടെക്നീഷ്യന്മാർക്കൊക്കെ പക്ക ക്ലാസ് കാര്യങ്ങൾ ട്രെയിനിങ് കൊടുത്ത് EVക്ക് വേണ്ടി എല്ലാം തയ്യാറാക്കി വെച്ച ശേഷമാണ് ഇപ്പോൾ 2 വർഷത്തിന് ശേഷം നമ്മുടെ കൈകളിലേക്ക് ഈ വിറ്റാര തരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ വളരെ ഇംപ്രസ്ഡാണ് ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ.
നൈസായി വന്നിട്ടുണ്ട്. കുറച്ച് സ്പേസിന്റെ കാര്യത്തിൽ ചിലപ്പോൾ ഇത്രയും വില കൊടുത്തെടുക്കുമ്പോൾ കോമ്പറ്റീഷൻ നോക്കുമ്പോൾ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നുന്നത് കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള വണ്ടികൾ നമുക്ക് കിട്ടാനുണ്ട് എന്നുള്ളതാണ്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാം അടിപൊളിയാണ് എന്ന് തന്നെ എനിക്ക് അതിൽ നോൺസെൻസ് ആയിട്ടുള്ള ഒരു ഫീച്ചേഴ്സും ഇല്ല എന്നുള്ളത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ആൻഡ്രോയിഡ് പ്ലേ ചെയ്യാം, നമുക്ക് ഇതിൽ ഗെയിം കളിക്കാം, അത് ചെയ്യാം ഇത് ചെയ്യാമെന്നോ അങ്ങനെ ഫാൻസി ആയിട്ടുള്ള ഒരു സാധനമില്ല. റിമോട്ടിൽ വലിച്ചാൽ വണ്ടി വരും, അങ്ങോട്ട് അങ്ങനെ ഒന്നുമില്ല, ഫാൻസി സംഭവം ഒന്നുമില്ല. അത് നമുക്ക് ആവശ്യമില്ല. അതൊക്കെ നമ്മൾ കുറച്ച് കാലം യൂസ് ചെയ്താൽ ആയി, അത്രയേ ഉള്ളൂ. അതൊക്കെ പിന്നീട് നമ്മൾ ഒരു ഡെയിലി ലൈഫിലൊന്നും ഉപയോഗിക്കാത്ത സാധനങ്ങളാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരുപാട് പണം മുടക്കി വെറുതെ ഇടേണ്ട കാര്യമില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഇതിൽ യൂസ്ലെസ് ആയിട്ട് നോൺസെൻസ് ആയിട്ടുള്ള ഒരു പരിപാടിയും മാറി ചെയ്തിട്ടില്ല. എല്ലാം വർത്തായിട്ടുള്ള സാധനങ്ങളാണ് ചെയ്തിട്ടുള്ളത്. സ്പേസിന്റെ കാര്യം വെച്ച് ബാക്കി എല്ലാത്തിനും ഞാൻ 100% ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം തോന്നുന്നു കമന്റ് ചെയ്ത് അറിയിക്കുക. ഏതെങ്കിലും വേരിയന്റ് പ്രൈസ് അറിയണമെങ്കിൽ കമന്റ് ചെയ്ത് ചോദിച്ചാൽ ഞാൻ ഓൺ റോഡ് പ്രൈസ് നിങ്ങൾക്ക് റിപ്ലൈ ആയിട്ട് തീർച്ചയായിട്ടും ഇടുന്നതായിരിക്കും. കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യം അറിയണമെങ്കിലും എന്നെ പോലെ ഇതുപോലെ വാഹനം ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് ഓടിക്കണം എന്നുണ്ടെങ്കിലും താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചാൽ അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഉണ്ടെങ്കിൽ ഒരുപാട് നേരത്തെ വീഡിയോ കാണാം. ബൈ ബൈ.